CSR ഫണ്ട് തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെതിരെ കേസെടുത്തു. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെതിരെയാണ് കേസ്. സീഡ് സൊസൈറ്റി കണ്ണൂർ ജില്ലാ സെക്രട്ടറി മോഹനന്റെ പരാതിയിലാണ് നടപടി. അനന്തു കൃഷ്ണൻ ഉൾപ്പെടെ 7 പ്രതികളാണ് കേസിലുള്ളത്. നിഖിൽ അളവൂർ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. നിഖിൽ, ഈ അനന്തു കൃഷ്ണനുമായി ഒട്ടനവധി നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന തരത്തിൽ ഇന്നലെ മുതൽ തന്നെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ലാലി വിൻസെന്റ് ഇയാളെ വീട്ടിലെത്തി ഫ്ളാറ്റിലേക്ക് എത്തി കാണാറുണ്ടെന്ന് അവിടുത്തെ കെയർടേക്കർ പോലും നമ്മളോട് പറഞ്ഞതാണ്. ഇപ്പോ എന്താണ് ലാലി വിൻസെന്റിനെതിരെ എടുത്തിരിക്കുന്ന കേസ്? നടപടികൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ കാര്യത്തിൽ പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ പണം നഷ്ടമായ ആളുകളുടെ പരാതിയിലല്ല ഇപ്പോൾ ഈ ലാലി വിൻസെന്റ് ഉൾപ്പെടെ ഈ 7 പേർക്കെതിരെ ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സീഡ് എന്ന പേരിൽ, സീഡ് സൊസൈറ്റി എന്ന പേരിലായിരുന്നു ഈ പ്രാദേശികമായി ഈ തട്ടിപ്പ് നടന്നിരുന്നത്. അങ്ങനെ സീഡ് സൊസൈറ്റിയുടെ കണ്ണൂർ ജില്ലയിലെ സെക്രട്ടറിയായ മോഹനൻ നൽകിയ പരാതിയുടെ ആ പരാതിയിലാണ് ഇപ്പോൾ ഇത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 7 പേരാണ് കേസിലെ പ്രതികളായി നിലവിലുള്ളത്. അനന്തു കൃഷ്ണനാണ് 1ാം പ്രതി. 7ാം പ്രതിയാണ് ലാലി വിൻസെന്റ്. ലാലി വിൻസെന്റ് ഈ പറയുന്ന തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്ന അനന്തു കൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസർ ആണ് എന്ന് തന്നെ പോലീസ് ആ FIR-ൽ കൃത്യമായി പറയുന്നുമുണ്ട്. ഏതായാലും കണ്ണൂരിൽ ഇത്തരത്തിൽ വലിയ രീതിയിലാണ് ഈ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പക്ഷേ പണം നഷ്ടമായ ആളുകളുടെ പരാതിയിൽ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല. കാരണം അതിന് സാങ്കേതികമായ ചില തടസ്സങ്ങൾ എന്നാണ് പോലീസ് പറയുന്നത്. പകരം ഈ സീഡ് സൊസൈറ്റി എന്ന പേരിൽ കണ്ണൂരിൽ ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ആളുടെ പരാതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ കമ്പനി തട്ടിപ്പ് നടത്തിയെന്ന് മോഹനൻ നൽകിയ പരാതിയിലാണ് ലാലി വിൻസെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലാലി വിൻസെന്റ് ഈ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ കൂടിയായി പ്രവർത്തിക്കുന്നു എന്ന കാര്യം കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ശരി നിഖിൽ, CSR ഫണ്ടിന്റെ മറവിൽ അനന്തു കൃഷ്ണൻ നടത്തിയ തട്ടിപ്പുകളിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ നേതാക്കളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. AN രാധാകൃഷ്ണനുമായി ബന്ധം, കോൺഗ്രസ് നേതാക്കൾ ലാലി വിൻസെന്റുമായി ബന്ധം, നേരത്തെ തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഇയാൾക്ക് വേണ്ടി ഇടപെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അങ്ങനെ ഈ അനന്തു കൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. CSR ഫണ്ട് തട്ടിപ്പ് കേസിൽ സംസ്ഥാനത്താകമാനം പോലീസ് സ്റ്റേഷനുകളിൽ ഇതുവരെ ലഭിച്ചത് 5000-ഓളം പരാതികളാണ്. 1000 കോടി രൂപയുടെ തട്ടിപ്പ് ആകെ നടന്നു. എന്നാൽ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ശേഷിക്കുന്നത് 3 കോടി രൂപ മാത്രമാണ്. പണം വിദേശത്തേക്ക് കടത്തിയതായി സംശയമുണ്ട്. അന്വേഷണം ക്രൈംബ്രാഞ്ചിനും കൈമാറും.